അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് നടക്കുന്ന ഈ ഓണക്കിറ്റ് വിതരണത്തിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നെടുമങ്ങാട് താലൂക്കിലെ BRCയുടെ കീഴിലുള്ള ഏകദേശം 50 സ്കൂളുകളിൽ അമ്മമാരെ സുഹൃത്തുക്കളെ നമ്മുടെ സേവന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഭാഗമാണ്. ഇനിയിപ്പോൾ ഇവിടെ സംസാരത്തിൻ്റെ ആവശ്യമില്ല, ഒരുപാട് പ്രസംഗത്തിൻ്റെയും കാര്യമില്ല. അതുകൊണ്ട് ഔപചാരികമായിട്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. ഇതിൽ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് BRCയുടെ. ആ ലിസ്റ്റ് പ്രകാരം ഞാൻ എൻ്റെ പേര് വിളിക്കുന്നതാണ്. അതനുസരിച്ച് വരാൻ ശ്രമിക്കുക. ശ്രീരാഗ് ഉണ്ടോ? ശ്രീരാഗ് അടുത്തത് അൻസാജ്. അടുത്തത് ഗോവിന്ദ്. യെസ്. അനുരാജ്. അന്ന. ഓക്കെ. റഷീന. ഡയോൺ ആൻഡ്രിയ. പിന്നെ ഉണ്ടോ? കൈലാസ് ഉണ്ടല്ലോ, ഉണ്ടായിരുന്നോ? ഇല്ല. അനന്തു. വിദ്യ. അജീഷ. നസ്ന. സോണ ഷിബു. വിലാസിനി. രമ. വേറെ വന്നോ? സ്നേഹം നിറഞ്ഞ ലയൺസ് ക്ലബ് സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാരവാഹികളായി കടന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു സംരംഭത്തിന് വേണ്ടി മുൻകൈ എടുത്ത് നടത്തുവാൻ നിങ്ങളെ ഇത്രമാത്രം പ്രവർത്തിക്കുന്നതിൽ വളരെയധികം ഞാനിത് അഭിമാനം കൊള്ളുകയാണ്. കാരണം ലോകമെമ്പാടുമുള്ള സന്നദ്ധ പ്രവർത്തനത്തിന്റെ സമൂഹത്തെ നയിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയ്ക്ക് ഇങ്ങനെയൊരു ചെറിയൊരു ഗ്രാമത്തിൽ വന്നിട്ട് ഇത്രമാത്രം വളരെ മനോഹരമായിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുവാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. കാരണം ഞങ്ങളുടെ BRCയുടെ കീഴിൽ വരുന്ന 30 കുട്ടികൾക്ക് ഇതിലൂടെ ഒരു ആഹാരത്തിന് അല്ലെങ്കിൽ ഒരു ഓണം കിറ്റ് നേടുവാൻ കഴിഞ്ഞു എന്നത് വളരെയധികം അഭിനന്ദനാർഹമായ കാര്യമാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പട്ടിണി പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത് നടത്തുവാനും ഇത്രമാത്രം ആത്മാർത്ഥ കാണിക്കുന്ന ഓരോരുത്തരോടും പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുക. നെടുമങ്ങാട് ലയൺസ് ക്ലബിന്റെ ഒരു ചെറിയ കൈത്താങ്ങ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ഓണം കിറ്റുകളുടെ വിതരണം നടത്തുന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓണത്തിന് മാത്രമല്ല, എന്നും സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളതാണ് ലയൺസിന്റെ ആവശ്യം. പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം കഴിയുന്നത്ര സഹായഹസ്തവുമായി ലയൺസ് വരാറുണ്ട്.
വെള്ളം വല്ലതും ഉണ്ടോ? അറേഞ്ച് ചെയ്യുന്നുണ്ടോ? ചായ ഉണ്ടോ? അല്ല ഞാൻ ചോദിച്ചു, വല്ലതും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞില്ലെങ്കിൽ